എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ എപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണ അത്യാവശ്യം ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പഴത്തിലോട്ട് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു ചൂട് കാരണം നമ്മുടെ പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഒന്ന് മെൽട്ടായി ആ ഒരു പഴത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അതുവരേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽട്ടായിട്ട് ഇതുപോലെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു പഞ്ചസാരയൊക്കെ കറക്റ്റായിട്ട് പഴത്തിലും ആ ഒരു തേങ്ങയിലൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം ഇതുപോലെ ഒന്ന് വാടി ഈ ഒരു പരുവത്തിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാൻ പാടില്ല, ചെറുതായിട്ട് ചില പീസ് ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങ് ചൂടാറാനായിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ ഒരു 3/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടിയിൽ ചേർക്കുന്ന നമ്മുടെ മധുരത്തിൻ്റെ അളവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര പാനി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ക്യൂബോളം വരുന്ന ശർക്കരയിൽ ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇനി ഈ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ശർക്കര പാനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇത് ഈ ഒരു പരുവം, ഒരുപാട് അങ്ങോട്ട് ലൂസല്ല, അതേസമയം ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കാനും പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മാവിലോട്ട് നമ്മൾ നേരത്തെ ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തല്ലോ, അതിൽ നിന്നും കുറച്ച് മാത്രം നമുക്ക് ഈ ഒരു മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു സ്നാക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇടക്കായിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പോർഷൻ മാത്രം നമുക്ക് ഈ ഒരു മാവിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലൊരു വാഴയിലയിലാണ് കേട്ടോ. വാഴയില ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ മാവ് ഒഴിച്ചിട്ട് അത് സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ വാഴയിലൊക്കെ ചെയ്തെടുത്ത സമയത്ത് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഈർക്കിളിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുത്തി വയ്ക്കുക കേട്ടോ. ആ ഒരു നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ച് വയ്ക്കുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിളി വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ വാഴയിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്കിതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു മുകൾ ഭാഗം വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വാഴയില കറക്റ്റായിട്ട് അവിടെ ഇരിക്കണം എന്നില്ല, പെട്ടെന്ന്
അങ്ങോട്ട് തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവെല്ലാം കൂടി അങ്ങോട്ട് തറയിലോട്ട് പോകും. അതുകൊണ്ടാണ് പ്രത്യേക ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വാഴയിലയിലും ഇതുപോലെ മാവും അതേപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫില്ലിങ്സും വെച്ച് കൊടുക്കാം. ഇനി ഇതേ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിട്ട് ഇതുപോലൊരു റിങ് അങ്ങോട്ട് ഇറക്കി വെച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വാഴയിലേക്ക് ആ ഒരു ഫില്ലിങ്സ് നിറച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം പതുക്കെ ഈ ഒരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചെടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഒന്ന് തെന്നി മാറിക്കഴിയുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് താഴെ പോകും, മാവൊക്കെ ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ എല്ലാം ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ വാഴയിലൊക്കെ പൊതിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു വാഴയില വാടി വരുമ്പോഴുള്ള ആ ഒരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു സ്നാക്കിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ മതി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഉള്ളൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തുറക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വാഴയിലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.